ശബരിമല സ്വർണമോഷണ കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് വഴിവിട്ട നീക്കമെന്ന് സംശയം. യുബി ഗ്രൂപ്പ് ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട രേഖകൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത് ഫോട്ടോ കോപ്പി എടുത്തതിന് ശേഷമാണ്. പിന്നാലെ എൻ വാസുവും എ പത്മകുമാറും വിചിത്രമായ വാദഗതികൾ ഉയർത്തി ജാമ്യത്തിന് കോടതിയെ സമീപിക്കുകയും ചെയ്തു. 1998 ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞത്. അതിന്റെ രേഖകൾ ദേവസ്വം ആസ്ഥാനത്തു നിന്ന് കണ്ടെത്തിയ ശേഷമാണ് സ്വർണമോഷണ കേസിലെ പ്രതികളുടെ ഭാഗത്തു നിന്നും അസാധാരണമായ നീക്കങ്ങൾ ഉണ്ടായത്. ദ്വാരപാലക ശില്പത്തിലും കട്ടിളപ്പാളിയിലും വിജയമല്യ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ ഇല്ലെന്ന് കാണിച്ച് പ്രതികൾ പുതിയ ജാമ്യാപേക്ഷ നൽകിയതും ഇതേ തുടർന്നാണ്. യുബി ഗ്രൂപ്പ് ചെയർമാൻ വിജയമല്യ ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ രേഖകൾ ഒക്ടോബർ 31 ദേവസ്വം ആസ്ഥാനത്ത് കണ്ടെത്തിയിരുന്നു. 420 പേജുള്ള ഫയലിൽ ശ്രീകോവിൽ സ്വർണം പൊതിയാൻ വിജയമല്യയ്ക്ക് ഹൈക്കോടതി നൽകിയ അനുമതി, ദേവസ്വം ബോർഡിന്റെ ഉത്തരവുകൾ, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് 22 ക്യാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്തതിന്റെ രേഖകൾ തുടങ്ങി എല്ലാ വിവരങ്ങളും അടങ്ങിയ ഫയലാണ് കണ്ടെത്തിയത്. എല്ലാത്തിന്റെയും ഫോട്ടോ കോപ്പി എടുത്ത ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ദേവസ്വം ചീഫ് എഞ്ചിനീയർ രേഖകൾ കൈമാറിയത്. വിജിലൻസും ചില ഉയർന്ന ദേവസ്വം ഉദ്യോഗസ്ഥരും ഈ രേഖകൾ പരിശോധിച്ചതായാണ് വിവരം. ആകെ 31.2528 കിലോഗ്രാം സ്വർണവും 22 ഗേജിലുള്ള 1904 കിലോഗ്രാം ചെമ്പ് പാളികളും ഉപയോഗിച്ച് വിജയമല്യ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതായിട്ടാണ് രേഖ. ഇതിനായി ആകെ ചെലവ് 1,75,21,153 രൂപയാണെന്നും രേഖകളിലുണ്ട്. സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിലും രേഖകൾ ചെമ്പെന്ന് തിരുത്തിയതിലും വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അതിൽ പത്മകുമാറിന് പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പത്മകുമാർ ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി എന്നീ 2 കേസിലും പ്രതിയാണ്. കോവിലിലെ കട്ടിളപ്പാളികൾ ചെമ്പ് പാളികൾ എന്ന പേരിൽ സ്വർണം പൂശാനായി കൈമാറിയ കേസിൽ 3ാം പ്രതിയാണ് എൻ വാസു. കട്ടിളപ്പാളിയിലെ സ്വർണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതാൻ കമ്മീഷണറായിരുന്ന എൻ വാസുവാണ് നിർദ്ദേശം നൽകിയതെന്ന് പ്രത്യേക സംഘം കണ്ടെത്തി. തുടർന്നാണ് അദ്ദേഹത്തെ കേസിൽ പ്രതിയാക്കിയത്. സ്വർണക്കൊള്ളയിൽ പാർട്ടി നേതാക്കളുടെ പങ്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായി എന്ന വിലയിരുത്തലാണ് ഇവർക്ക് ജാമ്യം നേടി മുഖം രക്ഷിക്കാനുള്ള ശ്രമമെന്ന് ആക്ഷേപമുണ്ട്. ശബരിമലയിലെ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയതായും ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശി വാങ്ങിയെന്നുമാണ് മൊഴി. ഇത് ശരിയാണോ എന്ന പരിശോധന തുടരുകയാണ്. വിഗ്രഹങ്ങളുമായി മല കയറി സന്നിധാനത്തെത്തി വഴിപാട് നടത്തുന്ന സംഘങ്ങൾ ഏറെയുണ്ട്. പഞ്ചലോഹം, വെള്ളി, സ്വർണം എന്നിവയിൽ തയ്യാറാക്കി സമർപ്പിക്കുന്ന വിഗ്രഹങ്ങൾ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലാണ് സ്വീകരിച്ച് ബില്ല് കൊടുക്കുന്നത്. വിലപിടിപ്പുള്ള വിഗ്രഹങ്ങൾ ലേലത്തിൽ വിൽക്കാറില്ലെന്നാണ് ദേവസ്വത്തിന്റെ വിശദീകരണം.